ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് എവിടെ? അത് എൻ്റെ വീടിൻ്റെ ഓക്കെ ഓക്കെ. സെക്കൻഡ് റിപ്പീറ്റ് സൈൻ. അപ്പോൾ അത് കാരണം ഫസ്റ്റ് റിപ്പീറ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്, സാറിൻ്റെ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ എപ്പോഴും എല്ലാതും ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ എക്സാം എഴുതിയപ്പോഴും മനസ്സിലായി നമ്മുടെ മൊഡ്യൂൾ എക്സാംസ് കുറച്ച് ടഫാക്കി തന്നിരുന്നു. അപ്പം ഇപ്പോൾ ഈസി ആവുമ്പോൾ അതും ടഫാണെന്ന് വിചാരിക്കും, പക്ഷെ ഈസി ആണെന്ന് മനസ്സിലായി. നീറ്റിൽ എന്താണോ വേണ്ടത് മാത്രം പഠിക്കുക, മാത്രം പഠിച്ചാൽ മതി. സാറുമാർ പറയുന്നതും മര്യാദക്ക് കേൾക്കുക. ഹലോ ഡിയർ നീറ്റ് ആസ്പിരൻസ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൻസിഹാണ്. തൻസിഹ നമ്മുടെ ഓൺലൈൻ ഫിനിക്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ജനുവരി മുതൽ കഴിഞ്ഞ 3 മാസമായിട്ട് തൻസിയ നമ്മുടെ കാലിക്കറ്റ് ഫ്യൂച്ചർ ക്യാമ്പസിലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിട്ട് റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻസിയനെ കുറിച്ച് പറയുമ്പോൾ തൻസിയുടെ സൂപ്പർ റിപ്പീറ്റർ, അതായത് തൻസിയുടെ 3ാമത്തെ വർഷമാണ് നീറ്റ് ജേണിയിൽ ഈ വർഷം എന്ന് പറയുന്നത്. അത്രയും ഡിറ്റർമിനേഷനോട് കൂടി ഒരുപാട് ഓപ്പോസിഷൻ 3ാമത്തെ വർഷം നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോരം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഏതൊരു നീറ്റ് ആസ്പിരൻറ്റിനും മനസ്സിലാവുന്ന കാര്യമാണ്. സോ അതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ തൻസിയ നിൽക്കുന്നത് അവസാനവട്ട പ്രിപ്പറേഷനിലാണ്. തൻസിയൻ്റെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, തൻസിയ എഴുതിയ എല്ലാ GIBകളിലും, എല്ലാ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമുകളിലും ഒരു എക്സാമിൽ പോലും 600-ന് താഴെ മാർക്കിലേക്ക് എത്തിയിട്ടില്ല. സോ അത്രയും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ് തൻസിയ. ഈ ഒരു ലാസ്റ്റ് സമയത്തെ പ്രിപ്പറേഷനിൽ പല നീറ്റ് ആസ്പിരൻസും വളരെ ടെൻഷൻ അനുഭവിക്കുന്ന, ഒരു സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. തൻസിയക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷനിൽ, എന്താണ് തൻസിയക്ക് ഫീൽ ചെയ്യുന്നത്? ആദ്യം നമ്മൾ റിവിഷനൊക്കെ ഇവിടെ വന്നതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും റിവിഷനാണ്. എൻകെയിം തുടങ്ങിയപ്പോൾ അൻസർ സാർ പറഞ്ഞു വീണ്ടും റിവൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റ് തന്നെ കഴിഞ്ഞല്ലോ, അതേപോലെ തന്നെ ഈ മൊഡ്യൂൾ ആയത് കാരണം ഭയങ്കര ഈസി ആയി. അപ്പൊ അതേപോലെ അതായത് റിപ്പീറ്റിംഗ് കോഴ്സിലെ സമയത്ത് മൊഡ്യൂൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിവിഷന്റെ മൊഡ്യൂൾ തന്നെ ഇതാകുന്ന കാരണം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മാറി. റിവിഷൻ, റിവിഷൻ അങ്ങനെ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടാകും. അതൊക്കെ റിവിഷന്റെ സമയത്ത് ക്ലിയർ ചെയ്തെടുത്തു. അതൊക്കെ ഇപ്പോഴും ക്ലിയർ ചെയ്യും. ഏത് മെറ്റീരിയലാണ് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അതായത് കോണ്ടന്റ് പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ പോകുമ്പോൾ ഏത് മെറ്റീരിയൽ ആയിരുന്നു, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരുന്നു യൂസ് ചെയ്തത്, ഇപ്പോൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്തിട്ടുണ്ട്, NCERTയിലെ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് ഒരു നീറ്റ് ആസ്പിരൻറ്റിന് എപ്പോഴും ഉണ്ടാകുന്ന സംശയങ്ങൾ. അപ്പോൾ നിനക്ക് ഈ ഒരു അവസാന ഘട്ടത്തിൽ ഈ ഒരു സ്കോറിൽ ഒരു കൺസിസ്റ്റൻസി 600+ എന്ന് പറഞ്ഞൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഹെൽപ്ഫുൾ ആയത്? നമ്മുടെ മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എക്സ്ട്രാ നമുക്ക് അതന്നെ തീരൂല ചെയ്തിട്ട്. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ പിന്നെ JEE ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നല്ല കോൺസെപ്റ്റ് അതിൽ നിന്ന് തന്നെ ബേസിസ് നമുക്കത് കിട്ടും. പിന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQs ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയലിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ PYQs ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സാം ആണ് നീറ്റിന് എപ്പോഴും സാറുമാർ പറയും. പക്ഷെ എന്നാലും ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ഇന്നത്തെ എക്സാം എഴുതിയപ്പോഴും മനസ്സിലായി നമ്മുടെ മൊഡ്യൂൾ എക്സാംസ് കുറച്ച് ടഫാക്കി തന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഈസി ആവുമ്പോൾ അതും ടഫാണെന്ന് വിചാരിക്കും, പക്ഷെ ഈസി ആണെന്ന് മനസ്സിലായി. ഇപ്പം ഏത് മെറ്റീരിയലാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ? ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആദ്യമേ മുതൽ ഏതാ മെറ്റീരിയൽ ഇതാക്കുന്നത് അതന്നെ ഫോളോ. അതായത് നമ്മുടെ DPP നമ്മുടെ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് മാത്രം. എക്സ്ട്രാ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ആകും. ചിലപ്പോൾ അത് കാണാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആകും. അങ്ങനെ കാണാത്ത ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ചെയ്തിട്ട് കിട്ടാണ്ടാവുമ്പോൾ തൻസി എന്താ ചെയ്യാറ്? ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. വീട്ടിലായിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്നും ആലോചിക്കൂല, അതാണ് പ്രശ്നം. ഇവിടെ വന്നപ്പോ നമുക്ക് നമ്മളുടെ മെന്റൽ എബിലിറ്റി ഒന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത പോലെ തോന്നി. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ കിട്ടില്ല വെച്ചാൽ നേരെ ഗൂഗിളിൽ പോയി നോക്കാം. ഇവിടെ ആകുമ്പോ ഗൂഗിൾ ഇല്ല, നമ്മൾ ഒറ്റക്ക് ആലോചിക്കണം. അപ്പൊ പിന്നെ വീക്കിലി ടീച്ചേഴ്സ് ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയും ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാറുണ്ടോ ഹോസ്റ്റലിൽ? അങ്ങനെയില്ല, ഓരോരുത്തർക്കും ഇതാകുന്ന റിവിഷന്റെ ടൈം ആയത് കാരണം വരുന്ന കാരണം കൂടുതലും ഓരോരുത്തർ ഐസൊലേറ്റ് ചെയ്തിരുന്ന് പഠിക്കില്ല പതിവ്. പിന്നെ മൈൻഡ് മാപ്പ്, നമ്മുടെ മൈൻഡ് മാപ്പ് എങ്ങനെയാ തൻസിയ യൂസ് ചെയ്യുന്നത്? ഞാൻ മൈൻഡ് മാപ്പ് മാത്രം. എക്സ്ട്രാ നമ്മൾ നോട്ട്സ് ഞാൻ കഴിഞ്ഞ കൊല്ലം എഴുതിയിരുന്നു. അതല്ലാതെ പിന്നെ നോട്ട്സ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയില്ല ഇക്കൊല്ലത്തിന്. അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് വെച്ചിട്ട് ആ നോട്ട്സും പഠിച്ചു. പിന്നെ ഇപ്രാവശ്യം മൈൻഡ് മാപ്പ് റെഫർ ചെയ്തേ. ഇപ്പോൾ ഞാനിപ്പോൾ റിവിഷൻ ചെയ്യുമ്പോഴും മൈൻഡ് മാപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിൽ തന്നെ എല്ലാതും ഉണ്ട്. NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടോ? സോൾവ്ഡ് എക്സാമ്പിളോ എക്സസൈസോ? ഇപ്പോൾ സോൾവ്ഡ് എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിവിഷൻ ടൈം കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൽ ചെയ്തു വന്നു. ഇനിയിപ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും.
ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുന്നതാണോ എന്ത് പാറ്റേൺ ആണ് നീ ഫോളോ ചെയ്യുന്നത്? ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യണം. ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. പലപ്പോഴും കുട്ടികളോട് നമ്മൾ പറയുന്നതാണ്, ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 100% മനസ്സിലായ ക്വസ്റ്റൻ ആയിരിക്കും, പക്ഷേ എന്നാലും പഴയ ചാപ്റ്റേഴ്സിലൊക്കെ കഴിഞ്ഞ പോയ ചാപ്റ്റേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്തെടുക്കൽ ഓരോ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് കോൺസെപ്റ്റും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതികളൊക്കെ മനസ്സിലാവുക. ദെൻ ഓൺലൈൻ ഫിനിക്സ് ബാച്ചിലായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകളാണ് ഫോളോ ചെയ്തത്. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഓൺലൈൻ ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഓഫ്ലൈനിലായിരുന്നു. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് എവിടെ? അത് എൻ്റെ വീടിൻ്റെ ഓക്കെ. സെക്കൻഡ് റിപ്പീറ്റ് സൈലം. അപ്പോൾ അത് കാരണം ഫസ്റ്റ് റിപ്പീറ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല, തീരെ കോൺസെപ്റ്റ് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്, സാറിൻ്റെ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ എപ്പോഴും എല്ലാതും ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫിസിക്സ് പഠിക്കുമ്പോഴായാലും എല്ലാതും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഫ്ലൈൻ ആയിരുന്നോ? അല്ല, ഓൺലൈൻ തന്നെ ആയിരുന്നു. അതായത് റിപ്പീറ്റ് ഓൺലൈൻ തന്നെ ആയിരുന്നു. സൂപ്പർ റിപ്പീറ്റ് ഓൺലൈൻ തന്നെ ചൂസ് ചെയ്തു. ഓൺലൈൻ നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആണ്. ഓൺലൈൻ അതാവുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കാൻ പറ്റും. ഓൺലൈൻ ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നല്ലോ, ഓഫ്ലൈൻ ആയിട്ട് വന്നല്ലോ, എന്തെങ്കിലും ഡിഫറൻസ്? ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടീച്ചിങ് എബിലിറ്റി ഒക്കെ കൂട്ടാൻ ഭയങ്കര ഇതായി. കഴിഞ്ഞ അതായത് റിപ്പീറ്റ് ചെയ്ത സമയത്ത് എത്രയായിരുന്നു സ്കോർ? 540. ഇപ്പം എല്ലാ എക്സാമുകളിലും 600 മുകളിൽ 650. ടോപ്പ് സ്കോർ എത്ര വരെ വന്നിട്ടുണ്ട്? 645. ഓക്കെ, അപ്പോൾ 650 റേഞ്ചിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഫുൾ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അതാണ് തൻസിയ പറഞ്ഞ ഇന്ന് എക്സാം എഴുതി എന്ന് പറഞ്ഞ്. ഇനി തുടർച്ചയായിട്ട് ഒരു 10-15 ദിവസത്തോളം എക്സാംസ് ഇങ്ങനെ എഴുതി പോവാണ്. തൻസിയൻ്റെ ഡ്രീം ക്യാമ്പസ് ഏതാ? ജിമ്മർ. തൻസിയ ജിമ്മറിനേക്കാൾ മേലെയുള്ള ക്യാമ്പസ്, അതായത് എയിംസ്, ജിമ്മർ, അതുപോലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ എത്തിപ്പെടുമെന്നുള്ളത് ആസ് എ ടീച്ചർ എനിക്ക് ഉറപ്പുണ്ട്. തൻസിയ കോൺഫിഡൻ്റ് ആണോ? ഇനി ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നീറ്റിനോട് അടുക്കുന്നതിനനുസരിച്ച് ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നാലും സ്വന്തം കഴിവില് നമ്മളിൽ വിശ്വസിക്കാൻ കോൺഫിഡൻസ് ഉണ്ട്. വിഷമമൊക്കെ വരും, നല്ല വിഷമം വരും, അപ്പൊ കരയാ. അങ്ങനെയെങ്കിൽ ഈ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇനി വരാൻ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന, അതായത് അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളോട് എന്തെങ്കിലും മെസ്സേജ് പറയണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, കുറേ വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട. ഫസ്റ്റ് റിപ്പീറ്റ് ഞാൻ അത് കുറച്ച് അങ്ങനെ ചെയ്തു പോയി. എന്ന് വെച്ചാൽ ഒരു ഇതിന് തന്നെ നമ്മളിങ്ങനെ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു, ഒരു ടോപ്പിക്കിന്റെ പിന്നാലെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളെ ഫോക്കസ് വിട്ടു. നീറ്റിൽ എന്താണോ വേണ്ടത് മാത്രം പഠിക്കുക, മാത്രം പഠിച്ചാൽ മതി. സാറുമാര് പറയുന്നതും മര്യാദക്ക് കേൾക്കുക. തീർച്ചയായിട്ടും. അപ്പം അടുത്ത വർഷം നമുക്ക് വിക്ടറി ഡേക്ക് കാണണം. തൻസിയന്റെ ജിമ്മർ ക്യാമ്പസോ തൻസി ആഗ്രഹിക്കുന്ന ക്യാമ്പസ് ഏതാണ് അതിന്റെ മുകളിൽ തൻസി എത്തും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് ആ ക്യാമ്പസിലെ വിശേഷങ്ങൾ സംസാരിക്കാനായിരിക്കണം അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നത്. ശരിയല്ലേ? സോ ഓൾ ദി വെരി ബെസ്റ്റ്.